ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു ഗസ് എ തിങ് ചലഞ്ചുമായിട്ടാണ്. ഇത് നോർമലായിട്ട് ചെയ്യുന്ന പോലെ ഫീമെയിൽ പ്രൊഡക്റ്റ് ഗസ് ചെയ്യലോ അല്ലെങ്കിൽ മെയിൽ പ്രൊഡക്റ്റ് ഗസ് ചെയ്യലോ അല്ല. ഇത് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് ചില ഐറ്റംസ് ഞാൻ കാണിച്ചു തരും. അത് നിങ്ങൾ എന്താന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇന്നത്തെ ഗസ് ദ ചലഞ്ച് എന്ന് പറയുന്നത് ഗസ് ദ മാക്രോ തിങ് ചലഞ്ച് ആണ്. എന്താന്ന് മനസ്സിലായോ? ഇല്ല. നിനക്കോ? എന്താ? ഇതിങ്ങനെ സൂം ചെയ്ത് വെച്ചിട്ട് കാണിക്കും. അതായത് ഇപ്പൊ ഒരു ചക്കയാണ് തന്നെയെങ്കിൽ ചക്കയുടെ സൂംഡ് വേർഷൻ ഇവർക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അത് നിങ്ങൾ ചക്കയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്തണം. അറിയാൻ പറ്റും ചക്കയാണ് അറിയാൻ പറ്റും. ചക്കയുടെ മുള്ളുണ്ടല്ലോ. അത് നിന്റെ കഴിവ് പോലെ നിന്നോട് ഇല്ലല്ലോ. ചോദിക്കുന്നതിന് മാത്രം നീ ഉത്തരം പറയാം. അപ്പൊ ഗൈസ്, നമുക്കെന്നാ നേരെ ചാലഞ്ചിൽ. ഫസ്റ്റത്തെ ഐറ്റം നമുക്ക് രണ്ടുപേർക്കും കാണിച്ചു കൊടുക്കാം. കണ്ടില്ലേ? ഓക്കെ, എന്താ ഇത്? സ്ട്രോബെറി. സ്ട്രോബെറി റൈറ്റ് ആൻസർ. നീ പറഞ്ഞ ക്രെഡിറ്റ് നിനക്ക് പോകൂലേ? പ്ലീസ് പ്ലീസ് അടിയാക്കല്ലേ. നെക്സ്റ്റ് ഐറ്റം. നോക്കട്ട് കൺകുളിർക്കെ കണ്ടോളൂ നീ. എന്നാ പഞ്ചസാരയാ? ഒരാൾക്ക് 3 ഗസ്സേ പാടുള്ളൂ. പഞ്ചസാര. ഓക്കെ, നിനക്ക് തൊടാനൊന്നും പഞ്ചസാര ഉറപ്പാ? 100%? മാക്രോ ആണ്, ആലോചിക്കണം. എനിക്കറിഞ്ഞൂടാ പഞ്ചസാര. ഞാൻ അങ്ങനെ പറയും. ഏതാണ്? ഒരെണ്ണം മാത്രമേ നിനക്ക് പറയാൻ പറ്റൂ. ഞാൻ സോൾട്ട് പറയാം. ഓക്കെ, ഈ ഷുഗർ പറഞ്ഞില്ല. ഗൈസ്, അപ്പൊ അമാം പൊട്ടി. ഇത് പഞ്ചസാരയാണ്. ഇത് ഷുഗർ ക്രിസ്റ്റൽസ് ആണ് ഈ സംഭവം. ഷേപ്പ് കണ്ടാ അറിയാം. പിന്നെ ഷേപ്പ് കണ്ടാ നീ ഉറപ്പ് കണ്ടുപിടിക്കും. പിന്നെ ഞാൻ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞത് ഷുഗർ ആണ്. നീ ഗസ് ചെയ്തല്ലേ? ഗസ് ചെയ്തല്ല, അതിന്റേതാ ഈ ഷേപ്പ് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് ഐറ്റം കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഉദ്ദേശിക്കണല്ല. ഇനി എന്താന്ന് വെച്ചാ നിങ്ങൾ പറഞ്ഞോ, തീരുമാനിച്ചോ? ഞാൻ അത്രേ പറയണുള്ളൂ. എന്തിങ്ങനെ വായി പൂട്ടിയിരിക്കുന്നേ? പുളി. എനിക്കറിഞ്ഞൂടാ, പുളിയായിരിക്കും. പുളി ഉറപ്പിച്ചില്ലേ? ഡേറ്റ്സ്. ഉറപ്പാണോ? ഞാൻ ഒന്നും പറയുന്നില്ല. ഡേറ്റ്സ് അല്ല, ഇവൻ ഡേറ്റ്സ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് ഡേറ്റ്സോ പുളിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ഇത് കോഫി ബീൻസ് ആണ്. ഇനി നെക്സ്റ്റ് ഐറ്റം. ഇത് രണ്ടുപേർക്കും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. വളരെ കുറവെന്ന് വെച്ചാൽ വളരെ കുറവ്. ഇതൊരു ഫുഡ് ഐറ്റം ആണ്. ഞാൻ എടുത്ത പലതും ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോ ഇത് കഴിച്ച ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ചിലപ്പം മനസ്സിലാവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബ്ലൂബെറി. ഒരു ഗസ്സേ ഉള്ളൂ. ഇനി ബ്ലൂബെറി. 3 ഗസ് എന്നുള്ള ഓപ്ഷൻ ഞാൻ എടുത്തു കളഞ്ഞു. ബ്ലൂബെറി. ഉറപ്പിച്ചാ? ബ്ലൂബെറി അല്ലെങ്കിൽ മുന്തിരി ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം പറയാ. ബ്ലൂബെറി. ദേവ് ബ്ലൂബെറി പറഞ്ഞേ. ഞാനും ബ്ലൂബെറി. ഗൈസ്, ഇത് ബ്ലൂബെറി അല്ല, ഇത് കിവിയാണ്. കിവിയുടെ മാക്രോ ഫോം ആണ് ഇങ്ങനെ. നെക്സ്റ്റ് ഐറ്റം. തേനീച്ച കൂടം. എന്താ? 100%. സപ്പോട്ട. ഒരാള് സപ്പോട്ട, ഒരാള് ഷമാം. ഗൈസ്, എന്നാ ഇത് രണ്ടും അല്ല. ഇതില് ദേവ് ഒന്ന് ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായിരുന്നു റൈറ്റ്. അതായത് ഇത് ഹണി കോംബാണ്. വെറുതെ കൈ നോക്കിയല്ലേ? എവിടെയാണ് നിനക്ക് ഷമാമായിട്ട് തോന്നുന്നത്? അല്ല, ഔട്ടർ ലെയർ. ഔട്ടർ ലെയർ കളർ വെക്കുമ്പോ ഇങ്ങനെ ഷമാം ഉണ്ട്. ഇങ്ങനെ ഞാൻ കഴിച്ചെല്ലാം മഞ്ഞ കളറാ. ഈ റൗണ്ടും രണ്ടാളും പൊട്ടി. ഇനി നെക്സ്റ്റ്. പെപ്പർ. ബ്ലാക്ക് പെപ്പർ. എന്താ? കുരുമുളക്. രണ്ട് ശരിയാണ്. ഇത് കുരുമുളകാണ്. ഇത് മൈക്രോ കുരുമുളക്. ഇതാണ് മൈക്രോ കുരുമുളക്. ഒരെണ്ണായിട്ട് കിട്ടൂലല്ലോ, ഒരുപാട് എണ്ണായിട്ടാണ് ഉള്ളത്. നെക്സ്റ്റ് ഐറ്റം. ഓറഞ്ച്. ഓക്കെ, ഇത് ഓറഞ്ച് ആണ്. അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. എന്താ? സോൾട്ട്. ഉറപ്പിച്ചോ? എന്താ? ഇങ്ങനെ ആലോചിക്കണമെന്നുള്ള. കല്ലുപ്പ. രണ്ടുപേരും പറഞ്ഞ ഉത്തരം ശരിയാണ്. ഉപ്പാണിത്. സിമ്പിൾ ആയി പോയി. എടുത്തില്ല, സിമ്പിൾ ആയി പോയെന്നൊരു ഡൗട്ട്. ഇനി നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് പോയാലോ? അതെനിക്കറിയാം. എന്താണ്? ഞാൻ പറയട്ടാ. പറ. മൾബറി. എന്താ? മൾബറി തന്നെ ഇത്?
100% മൾബറി. ഇത് മൾബറിയല്ലേ? റെഡ് കളറ്. എന്താ? മൽബറി. ഇത് മൾബറിയാണ്. റാസ്ബെറി ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പേരിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്നാലും സാധനം എന്തായാലും അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇവര് black ബെറി എന്ന് പറയുന്നതാണെങ്കിൽ ഞാൻ രണ്ടുപേർക്ക് സ്കോർ കൊടുക്കാന്ന് വിചാരിച്ചത്. ബെറിയാണ്. പേര് അപ്പൊ വ്യത്യാസം. രണ്ടാൾക്കും കുടുംബക്കാരോ score ഉണ്ട്. റാസ്ബെറിയോ റാസ്ബെറി. റാസ്ബെറി ആണെങ്കിൽ കുടുംബക്കാരൊന്നും തന്നെ നമുക്ക് കുഴപ്പമില്ല. ഗൈസ് ഇത് ലാസ്റ്റ് ആയിട്ട് ആണ്. സിമ്പിൾ. ബ്രെഡ് ഇതെന്താ? എനിക്കറിഞ്ഞൂടാ. ബ്രെഡ് ആയിരിക്കും. നീ എന്താ പറഞ്ഞ? ബ്രെഡ് ഫൈനലാ? എനിക്കറിഞ്ഞൂടാ. അത് കണ്ടിട്ട് അങ്ങനെ ഇരിക്കുന്നു. അമ്മാൻ സൂം എല്ലാം ചെയ്ത് നോക്കുന്നുണ്ട്. എന്താ അവസ്ഥ എന്ന് അറിഞ്ഞൂടാ. ഓക്കെ, ടൈമായി. അപ്പൊ പറയും കേക്ക് ഏതാ കേക്ക് കൺഫേം ചെയ്ത് പറ. കേക്ക് ബ്രെഡ്. ഓക്കെ, അമ്മ കേക്ക് പറഞ്ഞു, ഇവള് ബ്രെഡ് പറഞ്ഞു. ഇവക്ക് ഹാഫ് പോയിന്റ്. ഇത് ടോസ്റ്റഡ് ബ്രെഡ് ആണ്. ബ്രെഡ് ആണോ? ഉം. അത് മതി. ടോസ്റ്റഡ് ബ്രെഡ്. നമ്മൾ ഈ മാക്രോ തിങ് ചലഞ്ചില് ദേവുവാണ് ഇന്നത്തെ വിന്നർ. അമാൻ 8 നിലയിൽ പൊട്ടി. ഞാൻ വിചാരിച്ചത് അമാനായിരിക്കും കൂടുതലും സ്കോർ ചെയ്യാന്നുള്ളത്. കാരണം അമാൻ ഈ ഐറ്റംസ് എല്ലാം ഒരുപാടെല്ലാം കഴിച്ചിട്ടുണ്ട്. ഇവ പൊട്ടൻ. പക്ഷെ ഇവൻ അത് മാക്രോ ആയിട്ട് വരുന്ന സമയത്ത് ഇവൻ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. മൈക്രോസ്കോപ്പ് കഴിക്കുമ്പോ അതിങ്ങനെ നോക്കണം. കഴിക്കുമ്പോ ഇവളില്ല എല്ലാം സൂക്ഷിച്ചും കണ്ടോ നോക്കുക. എവിടെ പുഴുണ്ട്, എവിടെ കുത്തുണ്ട്, ഇതെല്ലാം കണ്ടിട്ട് കഴിക്കുക. ഇത് മാക്രോന്റെ ഒരു ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവർക്ക് എടുത്തിട്ടുള്ളൂ. ഇതിന്റെയും ടഫ് സാധനങ്ങൾ വേറെ വരാനുണ്ട്. അത് നമ്മൾ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരും. അപ്പൊ ഗൈസ്, അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അമ്മ എന്തൊരു ബായത്. ഇവ നോക്കരുത്. I'm Aman myself. Welcome back to our YouTube channel. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നുകൂടി retake please. നീ പറയാ. പറയുന്നുണ്ടോ? ഇല്ല ഒന്നുകൂടി. Bye.